ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അധികാര ഘടനയിലേക്ക് ജനാധിപത്യ ബോധമുള്ള, മാനവികതയുള്ള, പൗരബോധമുള്ള ഇന്ത്യയിലെ അടിസ്ഥാന പിന്നോക്ക സമൂഹങ്ങളുടെ പ്രാതിനിധ്യം അധികാര ഘടനയ്ക്കകത്തേക്ക്, ഭരണനിർവഹണത്തിന് തലങ്ങൾക്കകത്തേക്ക്, ഗവർണൻസിലേക്ക് വരുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ ഗവർണൻസിനകത്ത് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കേവലം 100 ചില്ലുവാനം പേര് പാർലമെന്റിലുണ്ട്, ഒരു കാര്യവുമില്ല. 16 പേര് കേരളത്തിലുണ്ട്, നല്ല കാര്യമുണ്ടോ? അങ്ങനെ പോയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ചങ്കൂറ്റത്തോടെ സമുദായത്തിന് വേണ്ടി നട്ടല്ലോടെ നിവർന്നു നിന്ന് കണക്ക് പറഞ്ഞ് അവകാശങ്ങൾ ചോദിക്കാൻ കഴിയുന്ന സമുദായ പ്രതിനിധികളെ നിയമസഭയിൽ എത്തിക്കണം. അതാ പരിഹാരം. അങ്ങനെയുള്ളവർ പാർലമെന്റിൽ പോകണം. ഇപ്പോൾ ഉള്ളവരിഞ്ഞ് പോന്നോട്ടെ. അവിടെ ആണത്തമുള്ള, തൻ്റെ ഇടമുള്ള അംബേദ്കറുടെ മക്കൾ കയറിയിരിക്കണം. അയ്യങ്കാരുടെ ചോര കൊണ്ട് നടക്കുന്ന കൊച്ചുമക്കൾ കേരളത്തിന്റെ നിയമസഭയിൽ കയറിയിരിക്കണം. അതിനുള്ള മാർഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഈ ആലോചനകൾ ELF സംഘടിപ്പിക്കുന്ന ഈ ഓപ്പൺ സെമിനാറുകളിൽ നമ്മൾ ആലോചിച്ച് പിരിയുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് അത്തരം ഒരു പുതിയ രാഷ്ട്രീയം, പ്രാതിനിധ്യ രാഷ്ട്രീയത്തിന് അർത്ഥമുണ്ടാകുന്നത് എഫക്റ്റീവ് റെപ്രസെന്റേഷൻ വരുമ്പോഴാണ്. കേവലം പ്രതിനിധികൾ പോരാ, എഫക്റ്റീവ് റെപ്രസെന്റേഷൻ വരണമെങ്കിൽ ആ ഭരണഘടന എഴുതിയ മഹാനായ അംബേദ്കറെ 51 ആദ്യ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു. മണ്ടന്മാരെ അപ്പുറത്ത് നിർത്തി സവർണർ തോൽപ്പിച്ചു. 53 ബാബാ സാഹബിനെ രണ്ടാമത് തോൽപ്പിച്ചു. ഈ തോൽവി ഏറ്റുവാങ്ങിയപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത്, ആത്മാർത്ഥതയുള്ള സമുദായ പ്രതിനിധികളെ തെരഞ്ഞെടുത്തു വരാൻ ഈ രാഷ്ട്രീയം അംഗീകരിക്കില്ല. അതുകൊണ്ട് ഇതിന് പരിഹാരം വേണം. അദ്ദേഹം പറഞ്ഞു, ക്വാളിറ്റേറ്റീവ് ജോയിന്റ് ഇലക്ടറേറ്റ് വരണം. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പട്ടികജാതിക്കാരൻ മത്സരിച്ചാൽ 50% വോട്ട് സമുദായത്തിൽ നിന്ന് തന്നെ കിട്ടണം, ബാക്കി 50 മതി മറ്റുള്ളവർക്ക്. ക്വാളിറ്റേറ്റീവ് ജോയിന്റ് ഇലക്ടറേറ്റ് 1955 ബാബാ സാഹേബ് അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, എന്താണ് പ്ലൂറൽ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ്. അത് അദ്ദേഹം പറഞ്ഞു 1955 ഓഗസ്റ്റ് മാസം 27 ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന്റെ വാർഷിക സമ്മേളനത്തിൽ പരിനിർവാണം പ്രാപിക്കുന്നതിന് 1 കൊല്ലം മുമ്പ് ബാബാ സാഹേബ് അംബേദ്കർ അവതരിപ്പിച്ച പ്രമേയം. അതിൽ പറഞ്ഞു, ഈ കൊളോണിയൽ മോഡൽ തെരഞ്ഞെടുപ്പ് നമുക്ക് വേണ്ട, നേരെ മറിച്ച് പ്ലൂറൽ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് വേണം.